ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ മെൽബൺ യാത്രയുടെ ഭാഗമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ബോംബെ വഴിയാണ് മെൽബണിലേക്ക് ഞങ്ങളുടെ യാത്ര. എയർ ഇന്ത്യ ഫ്ലൈറ്റിനാണ് കൊച്ചിയിൽ നിന്നും ബോംബെയിലേക്കും അവിടെ നിന്ന് മെൽബണിലേക്കും പറക്കുന്നത്. കൊച്ചി എയർപോർട്ടിൽ നിന്നും രാത്രി 8:10 ഞങ്ങളുടെ ബോംബെയിലേക്കുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റ് യാത്ര പുറപ്പെടുന്നത്. അതിനായി ഞങ്ങളിപ്പോൾ ലോഞ്ചിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിനുള്ളിലിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കും പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുമെന്ന് പൈലറ്റിൻ്റെ നിർദ്ദേശം വന്നിട്ടുണ്ട്. പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു. നെടുമ്പാശ്ശേരിയിലെ രാത്രിയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ രാത്രി 10:35 ബോംബെ വിമാനത്താവളത്തിൽ ഞങ്ങളുടെ പ്ലെയിൻ ലാൻഡ് ചെയ്തു. യാത്രക്കാരെല്ലാം വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങളും അതോടൊപ്പം തന്നെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യാത്രക്കാരെല്ലാം ഓരോരുത്തരായി എയർപോർട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ കാത്ത് മെൽബണിലേക്കുള്ള പ്ലെയിൻ തയ്യാറായി നിൽക്കുകയാണ്. ഞങ്ങൾ അതിലിപ്പോൾ കയറിയിരിക്കുകയാണ്. പക്ഷേ ചില സാങ്കേതിക തകരാറുകൾ കൊണ്ട് വിമാനം പുറപ്പെടുന്നതിന് താമസമുണ്ടെന്ന് പൈലറ്റ് അറിയിച്ചിരിക്കുകയാണ്. അതിൻ്റെ AC പ്രവർത്തനത്തിൽ ഉണ്ടായ ചില തകരാറുകളാണ് വിമാനം പുറപ്പെടുന്നതിന് താമസം വന്നേക്കുന്നത്. ഏതാണ്ട് 4 മണിക്കൂർ ഡിലേ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ വിമാനത്തിനുള്ളിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ 4 മണിക്കൂർ വിമാനം വൈകിയാണ് പുറപ്പെട്ടതെങ്കിലും സമയത്ത് തന്നെ മെൽബൺ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഏപ്രിൽ 3 വൈകിട്ട് 6:37 മെൽബൺ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഞങ്ങൾ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ എയർപോർട്ടിലൂടെ ബാഗേജ് കൗണ്ടറിലേക്ക് നടക്കുകയാണ്. ഞങ്ങളങ്ങനെ മെൽബൺ എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങി യാത്ര ചെയ്ത് മെൽബൺ പ്രാന്തപ്രദേശമായ ഡോണിബ്രൂക്കിലെത്തി. വളരെ ഹരിതാഭമായ ഒരു ചെറിയ സിറ്റിയാണ് ഡോണിബ്രൂക്ക്. അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോണിബ്രൂക്കിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ട്രെയിൻ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോണിബ്രൂക്കിലുള്ള ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ കൂടി ട്രെയിൻ കടന്നു പോകുന്ന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഡോണിബ്രൂക്കിൽ എത്തിയതിന് ശേഷം പിറ്റേ ദിവസം നടത്തുന്ന ഒരു മോർണിംഗ് വാക്കിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ഫ്ലാറ്റുകളാണ്. ചെറിയ ചെറിയ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള ഫ്ലാറ്റുകളാണ് ഇവിടെ കാണുന്നത്.
ഞാനും വൈഫും കൂടി ഇപ്പോൾ ഡോണി ബ്രൂക്കിൽ കൂടി ഒരു പ്രഭാത സവാരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇത് ഡോണി ബ്രൂക്കിലുള്ള ഒരു ഗാർഡനാണ്. ആ ഗാർഡനിലെ പൂക്കൾ ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ്. വളരെ ധാരാളം പല വെറൈറ്റിയിൽപ്പെട്ട പൂക്കൾ ഇവിടെ കാണാൻ സാധിക്കും. ഡോണി ബ്രൂക്ക് വഴിയുള്ള ഒരു ചെറിയ യാത്രയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോണി ബ്രൂക്കിൽ നിന്ന് എപ്പിംഗ് എന്ന സിറ്റിയിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എപ്പിങ്ങിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.